മകളുടെ മുന്നിലിട്ട് മതം ചോദിച്ച അച്ഛനെ വെടിവെച്ചിട്ട പഹൽഗാമിലെ ക്രൂരത. ഈ സമയം ഭർത്താവിനെ കാത്തിരുന്ന രാമചന്ദ്രന്റെ ഭാര്യ, പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളിയും അവരുടെ ഓർമ്മകളും ഇന്നും നൊമ്പരപ്പെടുത്തുകയാണ്. രാമചന്ദ്രനടക്കം 26 പേരെയാണ് അവർ കൊന്നത്. ഇന്ത്യക്ക് വിധവകളെ നൽകുക എന്നായിരുന്നു ഓപ്പറേഷന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് തന്നെയാണ് മോദി ഒരു തിരിച്ചടിക്ക് ഇറങ്ങിത്തിരിച്ചതും. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ രാജ്യം തിരിച്ചടിച്ച സാഹചര്യത്തിൽ സന്തോഷമെന്ന് പ്രതികരിച്ച് കൊല്ലപ്പെട്ട സൈനികൻ എൻ രാമചന്ദ്രന്റെ മകൾ ആരതി രാമചന്ദ്രൻ. അഭിമാനമുണ്ടെന്നും ഇങ്ങനെ ഒരു വാർത്ത കേട്ടെണീക്കുമ്പോൾ ആശ്വാസമാണെന്നും ആരതി പറഞ്ഞു. സാധാരണക്കാർക്കെതിരെ വരുന്ന ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ ഇങ്ങനെ തന്നെയാണ് തിരിച്ചടിക്കേണ്ടത്. എല്ലാ ഇന്ത്യക്കാരെയും പോലെ ഇവിടുത്തെ പൗരിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും ആരതി പറയുന്നു. സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയവരുടെ 9 കേന്ദ്രങ്ങൾ അവിടെ പോയി ആക്രമിച്ച് ഏറ്റവും ധീരതയുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വന്ന് സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുന്നത് ഭീരുത്വമാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി എന്നും ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലും നല്ല പേര് ഈ തിരിച്ചടിക്ക് ഇനി നൽകാനുമില്ല. അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരാക്രമണത്തിന് ഈ പേരിട്ടതായാലും ആരായാലും അവർക്ക് നന്ദി. രാജ്യത്തെ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ 300-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും രാജ്യം വ്യക്തമാക്കുന്നു. ഇനിയും ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ പാകിസ്ഥാനെതിരെ യുദ്ധത്തിലടക്കം നീങ്ങുമെന്നതിന് മടിക്കില്ലെന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന.